ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 818 കോടി രൂപ സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ പൂർത്തിയായി. സമ്പൂർണ്ണ മാലിന്യമുക്തമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം സംസ്ഥാനമെങ്ങും ഈ മാസം 30-ന് നടക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കാനൊരുങ്ങി കേരള സർവകലാശാല. സൌഹൃദ മത്സരത്തിനായി ഫുട്ബോൾ ഇതിഹാസം മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം ഒക്ടോബറിൽ കേരളത്തിലെത്തും. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 817.8 കോടി രൂപ സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നെറ്റ് പ്രസന്റ് വാല്യൂ വ്യവസ്ഥയിൽ തുക സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖ വികസനത്തിനായി 271 കോടി രൂപയുടെ പദ്ധതിക്കും സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതിനും നിലവിലുള്ള തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനും 2 പാക്കേജുകളായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖയായ കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാനും മന്ത്രിസഭ അംഗീകരിച്ചു. ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാനും ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലാണ് ഒറ്റനിലയായി വീടുകൾ നിർമ്മിക്കുക. പൊതുസ്ഥാപനങ്ങൾ, വ്യാപാര സൌകര്യങ്ങൾ എന്നിവയും ടൌൺഷിപ്പിൽ ഒരുക്കുന്നുണ്ട്. ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നിർവഹിക്കുന്നത്. പുനരധിവാസത്തിനുള്ള അന്തിമ പട്ടികയിൽ 402 ഗുണഭോക്താക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പാ തുക പുതിയ വായ്പയായി കണക്കാക്കി 1 വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശത്തോട് വിയോജിച്ച് ഹൈക്കോടതി. വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് കേന്ദ്ര സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിവിധ വകുപ്പുകൾക്കുള്ള പണം ഈ മാസം 31-നകം കൈമാറണം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചു. ബാങ്ക് അക്കൌണ്ട് നോമിനികളുടെ എണ്ണം 1-ൽ നിന്നും 4-ആയി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളാണ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ബാങ്കുകളുടെ ഭരണനിർവഹണം സുഗമമാക്കുന്നതിന് ബിൽ സഹായിക്കുമെന്നും ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപക്ഷ MPമാർ പറഞ്ഞു. ത്രിഭുവൻ സഹകാരി സർവകലാശാല ബില്ലും ലോക്സഭ ഇന്ന് പരിഗണിച്ചു. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് അവസാനിച്ചു. കേരളത്തിലെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,000-ലധികം വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം അടുത്ത മാസം 3 മുതൽ ആരംഭിക്കും. THSLC, AHSLC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളും ഇന്ന് അവസാനിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്തമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഈ മാസം 30-ന് സംസ്ഥാനമെങ്ങും നടക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ഇതുവരെ 8,337 മാലിന്യമുക്ത വാർഡുകളുടെ പ്രഖ്യാപനമാണ് പൂർത്തിയായത്. 126 ഗ്രാമപഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റികളും മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുണ്ട്. അവശേഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. മാർച്ച് 30-ന് സംസ്ഥാനത്താകെ ലക്ഷ്യം കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ അതിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. സർക്കാർ 13 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു. 80% കൈവരിച്ചവർക്കാണ് പ്രഖ്യാപനം നടത്താൻ അനുവാദമുള്ളത്. ഇതുവരെ സംസ്ഥാനത്തെ 8,337 വാർഡുകൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. കേവല പ്രഖ്യാപനം ആയി മാറരുത് എന്നതുകൊണ്ടാണ് 13 മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചത്.
നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടതായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. തന്റെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിന്റെയും നിറവ്യത്യാസത്തെ സൂചിപ്പിച്ച് തന്റെ പ്രവർത്തനം കറുപ്പാണെന്ന മട്ടിൽ അധിക്ഷേപ പരാമർശം ഉണ്ടായെന്നാണ് ചീഫ് സെക്രട്ടറി സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത് മുതൽ ഈ താരതമ്യം നേരിടേണ്ടി വന്നുവെന്നും ശ്രീമതി ശാരദാ മുരളീധരൻ പ്രതികരിച്ചു. വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്ക് പിന്തുണയുമായി മന്ത്രിമാരുൾപ്പെടെയുള്ളവർ രംഗത്തുവന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരെ നിർണായക തീരുമാനവുമായി കേരള സർവകലാശാല. സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം വിദ്യാർത്ഥികൾ നൽകണമെന്നാണ് നിർദ്ദേശം. ഇന്ന് ചേർന്ന സർവകലാശാല സെനറ്റ് യോഗത്തിലെ ബജറ്റ് അവതരണത്തിലാണ് പ്രഖ്യാപനം. എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും സൌഹൃദ ക്ലബ്ബുകൾ സ്ഥാപിക്കുമെന്നും ലഹരി വിരുദ്ധ ക്യാമ്പസുകൾക്ക് അവാർഡ് നൽകുമെന്നും സർവകലാശാല അറിയിച്ചു. ലഹരി വിരുദ്ധ പ്രസ്ഥാനത്തിൽ സമൂഹം പങ്കാളികളാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നേതാക്കളെ രൂപപ്പെടുത്തിയെടുക്കാൻ ഉതകുന്ന വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആവശ്യമെന്നും തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഭരത് മുരളി നാടകോത്സവത്തിന്റെ 2ാം പതിപ്പിന് ലോക നാടക ദിനമായ നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. പാളയം സെനറ്റ് ഹാളിൽ മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. നാടകോത്സവത്തിലേക്കുള്ള പ്രവേശനം സൌജന്യമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന 5 ദിവസം നീളുന്ന ഭരത് മുരളി നാടകോത്സവത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ 10 മലയാള നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. പാളയം സെനറ്റ് ഹൌസ് ക്യാമ്പസിലെ 3 വേദികളിലായാണ് നാടകോത്സവം അരങ്ങേറുന്നത്. നാടകവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളും ഇതോടൊപ്പം നടക്കും. നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ആദ്യകാല നാടക പ്രതിഭകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വൈകുന്നേരം 7 മണിക്ക് KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അരങ്ങിലെത്തും. തുടർന്ന് ഈ മാസം 31 വരെ കേരള സർവകലാശാല ആസ്ഥാനത്തെ വൈകുന്നേരങ്ങൾ നാടക കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാകും. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് പ്രൊഫസർ N കൃഷ്ണപിള്ള ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു. സാംസ്കാരിക സമ്മേളനം, നാടക അവതരണം, നാടക പാരായണം എന്നിവയും നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഒരു വിഭാഗം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരമിരുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദുവിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BJPയുടെ താൽപര്യം സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഷയത്തിൽ ഈ മാസം 29-ന് EDയുടെ കൊച്ചി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ തള്ളിപ്പറയില്ലെന്നും എന്നാൽ ഇടതുവിരുദ്ധ ശക്തികളാണ് സമരത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. ഫുട്ബോൾ ഇതിഹാസം മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം ഒക്ടോബറിൽ കേരളത്തിലെത്തും. സൌഹൃദ ഫുട്ബോൾ മത്സരങ്ങളിൽ ടീം പങ്കെടുക്കുമെന്ന് സ്പോൺസർമാരായ HSBC ഇന്ത്യ അറിയിച്ചു. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ നിറഞ്ഞ ആവേശത്തോടെയാണ് അർജന്റീനയുടെ വരവിനായി കാത്തിരിക്കുന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി 2011-ലാണ് മെസ്സി മുൻപ് ഇന്ത്യയിലെത്തിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഗുവാഹത്തി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 728 പോയിന്റ് നഷ്ടത്തിൽ 77,288-ലും നിഫ്റ്റി 181 പോയിന്റ് ഇടിഞ്ഞ് 23,486-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 65,560 രൂപയും ഗ്രാമിന് 8,195 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 818 കോടി രൂപ സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ പൂർത്തിയായി. സമ്പൂർണ്ണ മാലിന്യമുക്തമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം സംസ്ഥാനമെങ്ങും ഈ മാസം 30-ന് നടക്കുമെന്ന് മന്ത്രി MB രാജേഷ്. ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കാൻ ഒരുങ്ങി കേരള സർവകലാശാല. സൌഹൃദ മത്സരത്തിനായി ഫുട്ബോൾ ഇതിഹാസം മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം ഒക്ടോബറിൽ കേരളത്തിലെത്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.